കണ്ണീരണിഞ്ഞ കണ്ണുകളോടെ കഴുത്തിൽ വീണ കട്ടിത്താലിയുടെ ഭാരവും പേറി ആ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ജാനകിയുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ കണ്ണുകളിൽ പ്രണയമോ ആർദ്രതയോ ഉണ്ടായിരുന്നില്ല. പകരം കനൽ പോലെ എരിയുന്ന ദേഷ്യവും അഭിമാനക്ഷതവും മാത്രമായിരുന്നു. പ്രൊഫസർ ദേവനാഥൻ കോളേജിലെ കുട്ടികളും അധ്യാപകരും ഒരുപോലെ ഭയത്തോടെയും ബഹുമാനത്തോടെയും മാത്രം നോക്കിക്കാണുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ദേവൻ. സ്വന്തം അഭിമാനത്തിന് തരിമ്പും കോട്ടം തട്ടാൻ അനുവദിക്കാത്ത ആ മനുഷ്യനാണ് ഇപ്പോൾ തൻ്റെ ഭർത്താവ്. ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയത് നിന്നെ സ്നേഹിച്ചിട്ടോ നിന്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല ജാനകി. നാളെ കോളേജിലെ പിള്ളേരുടെയും നാട്ടുകാരുടെയും മുന്നിൽ എൻ്റെ തല താഴ്ന്നു പോവാതിരിക്കാൻ മാത്രമാണ്. ഈ ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ ജീവിതം നീ തകിടം മറിച്ചു. ദേവന്റെ വാക്കുകൾ ഓരോന്നും ജാനകിയുടെ ഹൃദയത്തിലേക്ക് മൂർച്ചയോടെ അമ്പുകൾ പോലെ തറച്ചു കയറി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. താൻ അറിയാതെ സംഭവിച്ചു പോയ ഒരു സാഹചര്യത്തിന് എന്തിനാണ് ദൈവം തന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവളുടെ മനസ്സിലേക്ക് കഴിഞ്ഞുപോയ ആ ഭീകരമായ രാത്രിയിലെ സംഭവങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. അന്ന് കനത്ത മഴയുള്ള ഒരു സന്ധ്യയായിരുന്നു. കോളേജ് മാഗസിൻ്റെ അവസാനവട്ട ജോലികൾ തീർക്കാൻ വൈകിയതുകൊണ്ടാണ് ജാനകി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നത്. ബസ് സ്റ്റോപ്പിൽ തനിച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ മാത്രമാണ് ദേവൻ തൻ്റെ കാറിൽ കയറ്റിയത്. വഴിമധ്യേ കനത്ത മലകളുടെ ബാച്ചിൽ കാറിൻ്റെ എൻജിൻ കേടായി. ഫോണിൽ റേഞ്ചുമില്ല. വേറെ വഴിയില്ലാതെ തൊട്ടടുത്ത തൻ്റെ പഴയ തറവാട് വീടിൻ്റെ ഔട്ട് ഹൗസിൽ അവൾക്ക് അഭയം നൽകാൻ ദേവൻ നിർബന്ധിതനായി. പക്ഷേ വിധി അവർക്കെതിരെ ഒരു കെണിയൊരുക്കുകയായിരുന്നു. ദേവന്റെ വളർച്ചയിൽ അസൂയുള്ള ചില അധ്യാപകരും നാട്ടിലെ കുറച്ച് രാഷ്ട്രീയക്കാരും ചേർന്നൊരുക്കിയ ചതി. രാത്രിയിൽ വാതിൽ കനത്ത മുട്ടുകൾ ഉയർന്നു. വാതിൽ തുറന്ന ദേവനും ഭയന്നു വിറച്ചു നിൽക്കുന്ന ജാനകിക്ക് മുന്നിലേക്ക് ഫോൺ ക്യാമറയും ആക്രോശങ്ങളുമാണ് ഇരച്ചു കയറിയത്. പ്രൊഫസറും വിദ്യാർത്ഥിനിയും രാത്രി ഒറ്റക്ക് എന്ന വാർത്ത നിമിഷ നേരം കൊണ്ട് നാട്ടിലാകെ പടർന്നു. താൻ തെറ്റുകാരനില്ലെന്ന് തെളിയിക്കാൻ നോക്കുന്നതിനേക്കാൾ തൻ്റെ വർഷങ്ങളുടെ അധ്വാനവും കുടുംബത്തിൻ്റെ അന്തസ്സും ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാകുന്നത് ദേവന് സഹിക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാരുടെ പരിഹാസചിരികൾക്കും അനാവശ്യ ചോദ്യങ്ങൾക്കും മുന്നിൽ ദേവൻ തൻ്റെ കടംപിടുത്തക്കാരനായ സ്വഭാവം പുറത്തെടുത്തു. ഇവളെ ഞാൻ സ്നേഹിക്കുന്നതാണ്. ഇന്ന് രാത്രി തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കും. ദേവന്റെ ആ ഒരൊറ്റ പ്രഖ്യാപനം അവിടെയുണ്ടായിരുന്നവരെ നിശബ്ദരാക്കി. പക്ഷേ ജാനകിയുടെ സ്വപ്നങ്ങളും ഭാവി പ്രതീക്ഷകളും അന്നു രാത്രി ആ 4 ചുവരുകൾക്കുള്ളിൽ ചാരമായി മാറി. ആരും അനുഗ്രഹിക്കാനില്ലാതെ മിന്നുകെട്ടി സ്വന്തം തറവാട്ടിലേക്ക് അവളെയുമായി ദേവൻ കയറി വരുമ്പോൾ പൂമുഖത്ത് ആരുമുണ്ടായിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെണ്ണിനെയും കൊണ്ട് കയറി വന്ന മകനെ സ്വീകരിക്കാൻ ദേവന്റെ അമ്മയും സഹോദരിയും തയ്യാറായിരുന്നില്ല. ആകെയുള്ളത് കനത്ത നിശബ്ദത മാത്രം. അകത്തേക്ക് നടക്ക്. ദേവന്റെ ശബ്ദത്തിൽ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. തണുത്ത മരവിച്ച കൈകൾ കൂട്ടിപ്പിടിച്ച് ആ വീടിൻ്റെ വിറക്കുന്ന അന്തരീക്ഷത്തിലൂടെ അവൾ അവൻ്റെ പിന്നാലെ നടന്നു. കിടപ്പുമുറിയിലെത്തി വാതിലടച്ചതും ദേവൻ അവളുടെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്നു. ഇത് എൻ്റെ മുറിയാണ്. ഇന്നു മുതൽ നീയും ഇവിടെ ഉണ്ടാകും. പക്ഷേ ഓർത്തു വെച്ചോ ജാനകി, ലോകത്തിന് മുന്നിൽ മാത്രം നീ എൻ്റെ ഭാര്യയാണ്. ഇവിടെ ഈ 4 ചുവരുകൾക്കുള്ളിൽ നീ എൻ്റെ ഒരു തെറ്റിദ്ധാരണയുടെ ഇര മാത്രമാണ്. നിന്നോട് എനിക്ക് പ്രണയമോ അനുകമ്പയോ തോന്നുന്നതെന്ന് നീ കരുതരുത്. അത്രയും പറഞ്ഞ് ദേവൻ സോഫയിലേക്ക് ചവിട്ടി തുള്ളിപ്പോയി കിടന്നു. കണ്ണീര് പുറത്തു വരാതിരിക്കാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ജാനകി തറയിലെ തണുപ്പിലേക്ക് ചുരുണ്ടുകൂടി. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള സ്വപ്നങ്ങൾ കാണാൻ മാത്രം പഠിച്ച ഒരു പാവം പെൺകുട്ടി. അവളുടെ മനസ്സിൽ ഭയവും സങ്കടവും അനാഥത്വവും ഒരുപോലെ തിളച്ചു മറിഞ്ഞു. താൻ ജീവനത്തുല്യം ബഹുമാനിച്ചിരുന്ന പ്രൊഫസർ ഇന്ന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നു. അന്ന് രാത്രി മുഴുവൻ ആ മുറിയിൽ ഇരുട്ടിൽ 2 ജീവനുകൾ വിങ്ങിപ്പൊട്ടി. ഒരു വശത്ത് തനിക്കേറ്റ അപമാനത്തിൽ നീറിപ്പുകയുന്ന ദേവൻ, മറുവശത്ത് ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൽ ഉറച്ചു നിൽക്കുന്ന ജാനകി. പിറ്റേന്ന് പുലർച്ചെ സൂര്യൻ ഉയർന്നത്
ആ തറവാട്ടിലേക്ക് പുതിയൊരു കൊടുങ്കാറ്റുമായിട്ടായിരുന്നു. രാവിലെ കുളിച്ച് നനഞ്ഞ മുടിയോടെ ഭയന്ന കണ്ണുകളോടെ അടുക്കളയിലേക്ക് ചെന്ന് ജാനകിയെ കാത്തിരുന്നത് ദേവന്റെ അമ്മയുടെ കനത്ത ചോദ്യങ്ങളായിരുന്നു. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവിടുത്തെ വലിയ മരുമകളായി വാഴാമെന്ന് നീ വിചാരിക്കണ്ട. ഏതൊരു രാത്രിയിൽ ഒത്തുചേർന്നവളെ എൻ്റെ മോൻ കെട്ടിയെങ്കിൽ അതവൻ്റെ ആണത്വം കൊണ്ടാണ്, അല്ലാതെ നിന്റെ യോഗ്യത കൊണ്ടല്ല. അമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ ജാനകി തല താഴ്ത്തി നിന്നു. പക്ഷേ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നൊരു ശബ്ദം ഉയർന്നു. അമ്മേ. ദേവനായിരുന്നു അത്. ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവൻ അടുക്കളയിലേക്ക് നടന്നു വന്നു. ഇവൾ ഈ വീട്ടിലെ മരുമകളാണ്. ആ പദവിക്ക് ചേരുന്ന ബഹുമാനം ഇവൾക്ക് കിട്ടിയിരിക്കണം. എനിക്ക് ഇവളോടുള്ള വിയോജിപ്പ് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിൽ അമ്മ ഇടപെടേണ്ട. ദേവന്റെ ആ വാക്കുകൾ കേട്ട് ജാനകി അത്ഭുതത്തോടെ അവനെ നോക്കി. തന്നോട് അത്രയും ദേഷ്യം കാണിച്ച മനുഷ്യൻ മറ്റുള്ളവരുടെ മുന്നിൽ തനിക്ക് കാവലായി നിൽക്കുന്നു. ദേവന്റെ കണ്ണുകൾ ഒരു നിമിഷം ജാനകിയുടെ മിഴികളിൽ ഉടക്കി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൻ ആ നോട്ടം മാറ്റി കോട്ടിട്ട് കോളേജിലേക്ക് ഇറങ്ങിപ്പോയി. അന്ന് കോളേജിൽ ജാനകിയും ദേവനും മുഖാമുഖം വരേണ്ട ദിവസമായിരുന്നു. ഒരു അധ്യാപകനും വിദ്യാർത്ഥിനിയുമായി അവർ വീണ്ടും ക്ലാസ് മുറിയിൽ കണ്ടുമുട്ടുമ്പോൾ അവിടെ കാത്തിരുന്നത് മറ്റൊന്നുമായിരുന്നു. ക്ലാസ്സിലെ കുട്ടികളുടെ കുസൃതി ചിരികളും ഇടങ്കണ്ണോടെയുള്ള നോട്ടങ്ങളും ജാനകിയെ വല്ലാതെ തളർത്തി. ബെഞ്ചിൽ തല താഴ്ത്തിയിരുന്ന അവരുടെ മുന്നിലേക്ക് ദേവൻ നടന്നെത്തി. ക്ലാസ്സിൽ ശ്രദ്ധിക്കു ജാനകി. വീട്ടിലെ പ്രശ്നങ്ങൾ ക്ലാസ് മുറിക്ക് പുറത്ത് വെച്ചാൽ മതി. എൻ്റെ ക്ലാസ്സിൽ എനിക്ക് പഠിത്തം മാത്രമാണ് പ്രധാനം. മുഴങ്ങുന്ന ആ ശബ്ദത്തിനു മുന്നിൽ ജാനകി ഞെട്ടിവിറച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളിക്കണ്ണീർ പുസ്തകത്താൽ നനച്ച് താഴേക്ക് വീണു. പക്ഷേ ക്ലാസ് തുടരുമ്പോഴും അറിയാതെയാണെങ്കിലും ദേവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ആ അവസാന ബെഞ്ചിൽ ഇരിക്കുന്ന ജാനകിയിലേക്ക് നീളുന്നുണ്ടായിരുന്നു. അവരോടുള്ള ദേഷ്യമോ അതോ ആരും കാണാത്ത ഏതൊരു കുറ്റബോധമാണോ തൻ്റെ ഉള്ളിലെന്ന് ദേവന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം കോളേജ് വിട്ട് എല്ലാവരും ഇറങ്ങിപ്പോയിട്ടും പോവാൻ ഇടമില്ലാതെ വീട്ടിലേക്ക് തിരികെ പോകാൻ ഭയന്ന് ജാനകി ആ വരാന്തയിൽ തനിച്ചു നിന്നു. പെട്ടെന്നാണ് കറുത്ത കാർ അവളുടെ മുന്നിൽ വന്നു നിന്നതും ഗ്ലാസ് താഴ്ന്നു ദേവന്റെ മുഖം തെളിഞ്ഞതും. കയറ്, അല്പം കണിശതയോടെ അവൻ പറഞ്ഞു. ജാനകി അനങ്ങിയില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, കയറാൻ. അവൾ പതുക്കെ മുന്നോട്ട് നടന്ന് കാറിന്റെ പിൻസീറ്റിൽ ഡോർ തുറക്കാനാഞ്ഞു. ഞാൻ നിന്റെ ഡ്രൈവറല്ല ജാനകി, മുന്നിൽ വന്നിരിക്ക്. വിറക്കുന്ന കാൽവെപ്പുകളോടെ അവൾ മുന്നിലെ സീറ്റിൽ വന്നിരുന്നു. യാത്രയിലുടനീളം കനത്ത നിശബ്ദതയായിരുന്നു. മഴത്തുള്ളികൾ കാറിൻ്റെ ഗ്ലാസ്സിൽ തട്ടിത്തെറിക്കുമ്പോൾ ജാനകിയുടെ ഹൃദയമിടിപ്പ് കൂടും പോലെ തോന്നി. വീട്ടിലെത്തിയതും ദേവൻ വണ്ടി നിർത്തി. ജാനകി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു. ആ തണുത്ത കൈകളിൽ അവൻ്റെ ചൂടുള്ള വിരലുകൾ അമർന്നപ്പോൾ ജാനകിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നത് എനിക്ക് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല ജാനകി. ദേവൻ്റെ ശബ്ദത്തിൽ ആദ്യമായൊരു ഇടർച്ച അനുഭവപ്പെട്ടു. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അഭിമാനമാണ്. അത് തിരികെ കിട്ടുന്നത് വരെ എനിക്ക് നിന്നോട് സാധാരണ പോലെ പെരുമാറാൻ കഴിയില്ല. ആ ആദ്യത്തെ സ്പർശനത്തിൽ അവൻ്റെ വാക്കുകളിലെ ആത്മബന്ധത്തിൻ്റെ ജാനകി തറഞ്ഞു നിന്നുപോയി. ദേവൻ്റെ വിരലുകൾ തൻ്റെ കൈത്തണ്ടയിൽ അമർന്നിരുന്ന ആ നിമിഷം പുറത്ത് പെയ്യുന്ന മഴയേക്കാൾ കനത്തിൽ ജാനകിയുടെ നെഞ്ച് പിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ ഭയവും സംശയവും കണ്ടിട്ടാവാം ദേവൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലെ പിടിവിട്ടു. അവൻ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ ശക്തിയായി അടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയെന്ന് ദീർഘശ്വാസമെടുത്തു. ഇറങ്ങ്. ശബ്ദത്തിൽ വീണ്ടും പഴയ ഗൗരവം തിരിച്ചെത്തിയിരുന്നു. ഒന്നും പറയാതെ തല താഴ്ത്തി ജാനകി കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു. പൂമുഖത്ത് തന്നെ അമ്മ ശാരദയും ദേവൻ്റെ അനിയത്തി നീതവും നിൽപ്പുന്നുണ്ടായിരുന്നു. ജാനകിയെ കണ്ടതും ശാരദയുടെ മുഖം വീണ്ടും കറുത്തു. വലിയ കോളേജ് പ്രൊഫസറുടെ ഭാര്യയാണെന്ന് വിചാരത്തിലാ നടപ്പ്. വീട്ടിലെ പണികളൊന്നും നോക്കണ്ടല്ലോ. ശാരദയുടെ കളിയാക്കൽ കേട്ടിട്ടും ജാനകി ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. പക്ഷേ പുറകെ വന്ന ദേവൻ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നു. അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞതാ,
അവളോട് അനാവശ്യമായി ദേഷ്യപ്പെടരുത്. അവൾ പാവമാണ്. അവളുടെ പഠിത്തം നശിക്കരുത്. അത് അവളുടെ തെറ്റുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആഹാ, അപ്പോൾ ഇന്നലെ രാത്രി നിന്റെ തലയിൽ ഇടുത്തി വെച്ചിട്ട് വന്നവളോട് നിനക്കിപ്പോൾ വലിയ അനുകമ്പയാണല്ലോ ദേവ. ശാരദ പരിഹസിച്ചു. അനുകമ്പയല്ല അമ്മേ, സത്യം അതാണ്. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ദേവൻ ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. മുറിക്കുള്ളിൽ ജാനകി ജനലിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് വന്ന ദേവൻ അവളെ ഒന്ന് നോക്കി. അവളുടെ നനഞ്ഞ മുടിയിഴകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ തറയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. തണുത്തു വിറക്കുന്ന അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ദേവൻ്റെ ഉള്ളിലെ കാർക്കശ്യം അല്പം അയഞ്ഞു. അവൻ അലമാര തുറന്ന് ഒരു പുതിയ തോർത്തും ടവലും എടുത്ത് കട്ടിലിലേക്ക് എറിഞ്ഞു. പോയി കുളിച്ച് ഡ്രസ് മാറ്. വെറുതെ പനി പിടിച്ച് കിടക്കണ്ട. നിന്നെ പരിചരിക്കാൻ എനിക്ക് സമയമില്ല. അവൻ്റെ വാക്കുകളിലെ കടുപ്പം മാറിയിരുന്നെങ്കിലും ആ കരുതലിൽ ജാനകിയുടെ മനസ്സ് അല്പം ശാന്തമായി. അവൾ തോർത്തെടുത്ത് വാഷ്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ദേവൻ മുറിയിൽ ഉണ്ടായിരുന്നില്ല. താഴെ അടുക്കളയിൽ അമ്മയും നീതവും സംസാരിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ജാനകി പതുക്കെ താഴേക്ക് ചെന്നു. അടുക്കളയിലെ ജോലികളെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും ശാരദ അവളെ അടുപ്പിച്ചില്ല. നിന്റെ സഹായമൊന്നും ഇവിടുത്തെ പണികൾക്ക് വേണ്ട. പോയി വല്ലതും പഠിക്കാൻ നോക്ക്. എൻ്റെ മോൻ്റെ കാശ് കൊണ്ട് ജാട ഇറക്കാതെ. ശാരദയുടെ വാക്കുകൾ കേട്ട് നീതു അഹങ്കാരത്തോടെ ചിരിച്ചു. ഹൃദയം തകർന്ന ജാനകി വീണ്ടും മുറിയിലേക്ക് മടങ്ങി. ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണെന്ന ചോദ്യം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട ജാനകി വലിയമ്മയുടെ തണലിലാണ് വളർന്നത്. അവിടെയും അവൾക്ക് അവഗണനകൾ മാത്രമായിരുന്നു ബാക്കി. ഇപ്പോൾ ഇവിടെയും. രാത്രി ഏറെ വൈകിയാണ് ദേവൻ മുറിയിലേക്ക് വന്നത്. അവൻ്റെ കയ്യിൽ ചില പുസ്തകങ്ങളും ഒരു പുതിയ ലാപ്ടോപ്പും ഉണ്ടായിരുന്നു. അവനത് മേശപ്പുറത്ത് വെച്ചു. ഇത് നിനക്കുള്ളത്, ദേവൻ പറഞ്ഞു. അടുത്ത മാസം നിന്റെ സെമസ്റ്റർ പരീക്ഷയാണ് കോളേജിൽ നടക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും എൻ്റെ പഠിത്തത്തെ അത് ബാധിക്കരുത്. നാളെ മുതൽ ഈ മേശയിലിരുന്ന് പഠിക്കണം. ജാനകി അത്ഭുതത്തോടെ അവനെ നോക്കി. എനിക്ക് ലാപ്ടോപ്പ് ഒന്നും വേണ്ട സാർ. ഐ മീൻ ദേവൻ എന്ന് വിളിച്ചാൽ മതി, അവൻ ഇടക്ക് കയറി പറഞ്ഞു. പിന്നെ ഞാൻ തന്നത് ഉപദേശമല്ല, നിർദ്ദേശമാണ്. എനിക്ക് പഠിക്കുന്ന പിള്ളേരെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ പേരിലൊരു പെണ്ണ് തോറ്റുപോയി എന്ന് ലോകം പറയുന്നത് എനിക്ക് സഹിക്കില്ല. മനസ്സിലായോ? അവൾ പതുക്കെ തലയാട്ടി. അന്ന് രാത്രിയും ദേവൻ സോഫയിൽ തന്നെയാണ് കിടന്നത്. തണുപ്പത്ത് ഒരു ബെഡ്ഷീറ്റ് മാത്രം പുതച്ചു കിടക്കുന്ന ദേവനെ ജാനകി നിശബ്ദയായി നോക്കി നിന്നു. രാത്രി പകുതിയായപ്പോൾ ദേവൻ തണുപ്പ് താങ്ങാനാവാതെ വിറക്കുന്നത് ജാനകിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പതുക്കെ എഴുന്നേറ്റ് കട്ടിലുണ്ടായിരുന്ന കട്ടിയുള്ള പുതപ്പെടുത്ത് അവൾ ദേവൻ്റെ അടുത്തേക്ക് നടന്നു. കാൽപെരുമാറ്റം കേൾപ്പിക്കാതെ അവൾ ആ പുതപ്പ് അവൻ്റെ മേലേക്ക് പുതപ്പിച്ചു കൊടുത്തു. പെട്ടെന്ന് ദേവൻ കണ്ണു തുറന്നു. അവൻ്റെ കൈകൾ ജാനകിയുടെ കൈത്തണ്ടിൽ അമർന്നു. ഇരുട്ടിൽ അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. ഇരുവർക്കും ഇടയിൽ വിങ്ങി നിന്ന നിശബ്ദതയിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ വ്യക്തമായി കേൾക്കാമായിരുന്നു. നീ എന്താ ചെയ്യുന്നേ? ദേവൻ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. അത് തണുത്തിട്ട് വിറക്കുന്നത് കണ്ടപ്പോൾ, ജാനകി വിക്കി വിക്കി പറഞ്ഞു. ദേവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു പുതിയ ഭാവമായിരുന്നു. അവൻ പതുക്കെ കൈവിട്ടു. പോയി കിടക്ക്, അവൻ മൃദുവായി പറഞ്ഞു. ആദ്യമായി അവൻ തന്നോട് ദേഷ്യപ്പെടാതെ സംസാരിച്ചത് ജാനകിയുടെ ഉള്ളിൽ ഒരു പുതിയ പ്രകാശം പരത്തി. അവൾ കട്ടിലിൽ ചെന്ന് കിടന്നു. അന്ന് രാത്രി ആദ്യമായി അവൾക്ക് ഉറക്കം വന്നു. പക്ഷേ അടുത്ത ദിവസം കോളേജിൽ കാത്തിരുന്നത് വൻ ദുരന്തമായിരുന്നു. ജാനകി ക്ലാസ്സിലിരിക്കുമ്പോൾ കോളേജിലെ യൂണിയൻ ചെയർമാനും റോഡിയുമായ രാഹുലും കൂട്ടരും അവരുടെ അനാവശ്യം പറയാൻ തുടങ്ങി. എന്താടി ജാനകി, പ്രൊഫസറുടെ കൂടെയുള്ള രാത്രി സുഖമായിരുന്നു? കോളേജിൽ പഠിക്കാൻ വന്നതാണോ അതോ അങ്ങേരെ വളക്കാൻ വന്നതാണോ? രാഹുലിൻ്റെ പരിഹാസ ചിരി കേട്ട് ക്ലാസ്സിലെ മറ്റുള്ളവരും ചിരിച്ചു. ജാനകി കണ്ണീരോടെ തല താഴ്ത്തിയിരുന്നു. പക്ഷേ രാഹുൽ നിർത്തിയില്ല. അവൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു.
ചോദ്യത്തിന് ഉത്തരം പറടി. കൈയെടുക്കടാ അതിൽ നിന്ന്. മുഴങ്ങുന്നൊരു ഗർജനം കേട്ട് എല്ലാവരും നെട്ടിത്തിരിഞ്ഞു. വാതിൽക്കൽ ദേവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നു തുടർത്തിരുന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. ചുവടുകൾ വെച്ച് അകത്തേക്ക് വന്ന ദേവൻ രാഹുലിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഒറ്റയടി. രാഹുൽ ഡെസ്കിലേക്ക് തെറിച്ചു വീണു. ക്ലാസ് ആകെ നിശബ്ദമായി. എൻ്റെ ഭാര്യയുടെ മേൽ കൈവെക്കാൻ മാത്രം വളർന്നോടാ നീ? ദേവൻ അവൻ്റെ കോളറിൽ പിടിച്ച് വീണ്ടും ഉയർത്തി. ഭാര്യ എന്നവർക്ക് ദേവൻ്റെ നാവിൽ നിന്ന് ആദ്യമായി പരസ്യമായി കേട്ടപ്പോൾ ജാനകി തരിച്ചിരുന്നു പോയി. സർ, അത് രാഹുൽ ഭയന്നു വിറച്ചു. ഇനി ഇവളെ ഭീഷണിപ്പെടുത്താനോ അനാവശ്യം പറയാനോ നിങ്ങളിൽ ആരെങ്കിലും ശ്രമിച്ചാൽ ഈ കോളേജിൽ നിങ്ങളുണ്ടാകില്ല, കേട്ടോടാ, ദേവൻ ആക്രോശിച്ചു. അവൻ ജാനകിയുടെ കൈപ്പിടിച്ച് വലിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്കുള്ള വഴിയിൽ വെച്ച് ജാനകി അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. സർ, വീട്, എനിക്ക് വേദനിക്കുന്നു. ദേവൻ പതുക്കെ കൈവിട്ടു. അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. അവൻ്റെ ശ്വാസമെടുപ്പ് വേഗത്തിലായിരുന്നു. നിനക്ക് സ്വയം പ്രതികരിക്കാൻ അറിയില്ലേ ജാനകി? എത്ര നീ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കും? നിന്നോട് ആര് തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമുണ്ട്. കാരണം നീ ദേവനാഥൻ്റെ ഭാര്യയാണ്. അവൻ്റെ ആ വാക്കുകൾ ജാനകിയുടെ കാതുകൾ മുഴങ്ങിക്കേട്ടു. അവൻ തന്നോട് ദേഷ്യപ്പെടുന്നത് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് അടുത്ത കൊടുങ്കാറ്റ് വീശിയടിക്കാൻ പോവുകയായിരുന്നു. ദേവൻ്റെ മുൻകാമുകിയും ഇപ്പോഴത്തെ വ്യവസായിയുടെ മകളുമായ മാളവിക ഓസ്ട്രേലിയയിൽ നിന്ന് തിരികെ എത്തുന്നത് അന്ന് വൈകുന്നേരമായിരുന്നു. ദേവൻ്റെ തറവാട്ട് വീട്ടിലേക്ക് കടന്നു വന്ന മാളവിക ജാനകിയെ കണ്ടതും അവജ്ഞയോടെ ചിരിച്ചു. ദേവ, ഈ ഒരു പാവം കുട്ടിയെയാണോ നീ നിന്റെ ഭാര്യയായി അവതരിപ്പിക്കുന്നത്? നിന്റെ പദവിക്ക് ചേർന്നവളാണോ ഇവൾ? ഇവളെ എനിക്ക് നന്നായി അറിയാം. മാളവികയുടെ കണ്ണുകളിൽ ഒരു ക്രൂരമായി ചിരി തെളിഞ്ഞു. മാളവികയുടെ ആ വാക്കുകൾ കേട്ടു പൂമുഖത്ത് കനത്ത നിശബ്ദത പടർന്നു. അവജ്ഞ നിറഞ്ഞ കണ്ണുകളോടെ അവൾ ജാനകിയെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് നോക്കി. മാളവിക, എന്താ നീ പറയുന്നതിൻ്റെ അർത്ഥം? ദേവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. മാളവിക കുസൃതിയോടെ ഒന്ന് ചിരിച്ചു. ദേവ, നീ വലിയ പ്രൊഫസറൊക്കെ ആയിരിക്കും. പക്ഷേ ആളുകളെ തിരിച്ചറിയാൻ നിനക്കിപ്പോഴും പഠിപ്പ് പോരാ. നിന്റെ മുന്നിൽ ഈ നിഷ്കളങ്കതയുടെ വിതുമ്പൽ അഭിനയിക്കുന്ന ജാനകി ആരാണെന്ന് നിനക്കറിയാമോ? ഇവളുടെ വലിയമ്മയുടെ മകൻ, അതായത് ഇവളുടെ കസിൻ വിനീഷുമായി ഇവൾക്ക് പണ്ട് അഫയർ ഉണ്ടായിരുന്നു. ഇവനെ വീട് വിട്ടിറങ്ങാൻ വളരെ പ്രേരിപ്പിച്ചവളാ ഇവൾ. തറവാട്ടിൽ നിന്ന് നാണം കെട്ടി ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു പെണ്ണ ഇത്. അങ്ങനെയുള്ളവളാണ് ഇന്നലെ രാത്രി നിന്നെ ഒരു കെണിയിൽപ്പെടുത്തി നിന്റെ തലയിൽ കയറിക്കുന്നത്. മാളവികയുടെ വാക്കുകൾ ഒരു വൻ സ്ഫോടനം പോലെ ആ വീടിനുള്ളിൽ മുഴങ്ങി. കേട്ടത് വിശ്വസിക്കാനാകാതെ തിരിച്ചിരുന്ന ശാരദയും നീതവും ജാനകിയെ കൊലച്ചാപ്പ കുത്തുന്ന കണ്ണുകളോടെ നോക്കി. ജാനകിയുടെ ലോകം മുഴുവൻ 5 സെക്കൻഡ് കൊണ്ട് തകർന്നു തരിപ്പണമായി. അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. വിതുമ്പൽ അടക്കാനാവാതെ അവൾ തലയിളക്കി. അല്ല സർ, അല്ല, സത്യമല്ല അത്. മാളവിക ചേച്ചി പറയുന്നത് പച്ച കള്ളമാണ്. വിനീഷേട്ടൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ്. എന്നെ കൊടുക്കാൻ തറവാട്ടിലുള്ളവർ ഉണ്ടാക്കിയ കള്ളക്കഥയാണത്. ഞാൻ ജാനകി കരഞ്ഞുകൊണ്ട് ദേവൻ്റെ അരികിലേക്ക് ചെന്നു. പക്ഷേ ദേവൻ്റെ മുഖം കരിങ്കല്ല് പോലെ ഉറച്ചു പോയിരുന്നു. അവൻ്റെ കനൽ കണ്ണുകൾ ജാനകിയുടെ മുഖത്ത് തറഞ്ഞു നിന്നു. ആ കണ്ണുകളിൽ കണ്ട നിരാശയും ദേഷ്യവും ജാനകിയെ ഭയപ്പെടുത്തി. മതി, ദേവൻ്റെ ശബ്ദം സിംഹകർഷണം പോലെ മുഴങ്ങി. ഒരക്ഷരം ഇനി മിണ്ടരുത് ജാനകി. ദേവൻ മാളവികക്ക് നേരെ തിരിഞ്ഞു. മാളവിക, നീ ഇവിടെ വന്നത് എന്നെ സഹായിക്കാനാണോ അതോ എൻ്റെ കുടുംബത്തിൽ കളി കാണാനാണോ? ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന്. മാളവിക ഞെട്ടിപ്പോയി. ദേവ, ഞാൻ നിന്നെ സത്യം അറിയിക്കാൻ. ഇറങ്ങിപ്പോകാൻ ദേവൻ ഉറക്കെ ആക്രോശിച്ചു. മാളവിക ദേഷ്യത്തോടെ പടികൾ ഇറങ്ങിപ്പോയി. അവൾ പോയതും ശാരദ ജാനകിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞില്ലടാ ദേവ,
ഇവളൊരു നല്ല പെണ്ണൊന്നുമല്ല എന്ന് സ്വന്തം കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു പാപിയെയാണല്ലോടാ നീ എൻ്റെ മരുമകളാക്കി കൊണ്ടുവന്നത്. ദൈവമേ. അമ്മേ, മിണ്ടാതിരിക്ക്. ദേവൻ അമ്മയോട് കൈയുയർത്തി കാണിച്ചു. അവൻ ജാനകിയെ ഒന്ന് പോലും തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ പടികൾ കയറി തൻ്റെ മുറിയിലേക്ക് പോയി വാതിൽ കൊട്ടിയടച്ചു. രാത്രിയായി. ആ വീട് വീണ്ടും ഇരുട്ടിലാണ്ടു. അടുക്കളയിൽ ജാനകിക്ക് ഒരിറ്റു വെള്ളം പോലും ആരും കൊടുത്തില്ല. അവൾ കരഞ്ഞു തളർന്ന് പേടിയോടെ മുറിക്ക് മുന്നിലെത്തി. വിറക്കുന്ന കൈകളോടെ വാതിൽ പതുക്കെ തള്ളി തുറന്നു. മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. ജനലയുടെ തീരുട്ടിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് ദേവൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യമായാണ് ദേവൻ പുകവലിക്കുന്നത് ജാനകി കാണുന്നത്. അവൻ്റെ മനസ്സ് എത്രത്തോളം നീറിപ്പുകയുന്നുണ്ടെന്ന് ആ കാഴ്ച തെളിയിച്ചു. ദേവൻ സാർ, ജാനകി താഴ്ന്ന ശബ്ദത്തിൽ വിളിച്ചു. ദേവൻ തിരിഞ്ഞു നോക്കിയില്ല. നീ ഉറങ്ങാൻ നോക്ക് ജാനകി. അവൻ്റെ ശബ്ദം മരവിച്ചതായിരുന്നു. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം പ്ലീസ്. എന്നെ വിശ്വസിക്കില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത്. ദേവൻ പെട്ടെന്ന് തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ നോട്ടത്തിൻ്റെ ചൂടിൽ ജാനകി പിറകോട്ട് ചുവടുകൾ വെച്ചു. ചുവരിൽ അവളുടെ മുതുക് തട്ടിയപ്പോൾ ദേവൻ ഇരുവശത്തും കൈകൾ വെച്ച് അവളെ തടഞ്ഞു നിർത്തി. ഇരുട്ടിൽ അവൻ്റെ ദേഷ്യം നിറഞ്ഞ ശ്വാസം അവളുടെ മുഖത്തടിച്ചു. എന്താ കേൾക്കേണ്ടത് ഞാൻ? ദേവൻ പല്ലുറുമ്മി. എൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷെ നീ അതിനേക്കാൾ വലിയൊരു ചതിയുടെ കൂമ്പാരമാണോ ജാനകി? നിന്റെ അവിഹിത കഥകൾ കേൾക്കാനാണോ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത്. ജാനകി അവൻ്റെ ഷർട്ടിൽ പിടിച്ച് കരഞ്ഞു. വിനിശേട്ടൻ്റെ സ്വത്തുകൾ തട്ടിയെടുക്കാൻ വലിയമ്മയും മക്കളും ചേർന്ന് ഉണ്ടാക്കിയ നാടകമായിരുന്നു അത്. എന്നെ അവർ ഒരു പാപിയാക്കി ചിത്രീകരിച്ച് ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. വിനിശേട്ടൻ ഇപ്പോഴും ഗൾഫിലാണ്. എനിക്ക് ആരുമില്ലായിരുന്നു ദേവൻ. എനിക്ക് തെറ്റു പറ്റിയിട്ടില്ല. ദൈവമാണ് സത്യം. അവളുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ ആ മുറിയിൽ മുഴങ്ങി. അവളുടെ കണ്ണീർ തുള്ളികൾ ദേവൻ്റെ കയ്യിലേക്ക് തെറിച്ചു വീണു. ആ കണ്ണീരിൻ്റെ പൊള്ളിൽ ദേവൻ്റെ ഉള്ളിൽ ദേഷ്യത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഉരുകിച്ചു കളഞ്ഞു. അവളുടെ കണ്ണുകളിലെ സത്യസന്ധതയും സങ്കടവും കണ്ടപ്പോൾ അവൻ അറിയാതെ തളർന്നു പോയി. അവൻ്റെ കൈകൾ പതുക്കെ അവളുടെ തോളിലേക്ക് നീണ്ടു. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. തീർത്തും അപ്രതീക്ഷിതമായ ആലിംഗനത്തിൽ ജാനകി തരിച്ചിരുന്നു പോയി. ദേവൻ്റെ നെഞ്ചിലെ അതിവേഗത്തിലുള്ള ഹൃദയമിടിപ്പ് അവൾ തൊട്ടറിഞ്ഞു. കരയരുത്, ദേവൻ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റിയതാണ് ജാനകി. ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ എന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു. അവൻ്റെ വിരലുകൾ അവളുടെ മുടിയകളെ പതുക്കെ തഴുകി. നിന്റെ ഭൂതകാലം എന്താണെന്ന് എനിക്കറിയണ്ട. പക്ഷേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ജാനകി സത്യസന്ധയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് എനിക്ക് വലുത്. ജാനകി അവൻ്റെ നെഞ്ചിൽ മുഖം പൊളിച്ച് വീണ്ടും വിങ്ങിപ്പൊട്ടി. ഇത്രയും നാൾ അനുഭവിച്ച വേദനകളെല്ലാം ആ ആലിംഗനത്തിൻ്റെ ചൂടിൽ അലിഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി. അവൻ്റെ കൈകൾ അവളുടെ നടുവിലൂടെ മുറുകിയപ്പോൾ ഒരു സുരക്ഷിതത്വത്തിൻ്റെ തണൽ അവൾക്ക് അനുഭവപ്പെട്ടു. അവൻ പതുക്കെ അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു. ഇരുട്ടിലും അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. ദേവൻ തൻ്റെ വിരലുകളാൽ അവളുടെ കണ്ണ് തുടച്ചു മാറ്റി. അവൻ്റെ അധരങ്ങൾ പതുക്കെ അവളുടെ നെറ്റിൽ അമർന്നു. ആഴമുള്ള പ്രണയം നിറഞ്ഞൊരു ചുംബനം. ജാനകിയുടെ കണ്ണുകൾ അറിയാതെ അലഞ്ഞുപോയി. അവളുടെ ഉള്ളിൽ ഇത്രയും കാലം മരവിച്ചു കിടന്ന പ്രണയത്തിൻ്റെ പുഴ അണപൊട്ടിയൊഴുകാൻ തുടങ്ങി. ഇന്നു മുതൽ നീ വെറും അഭിമാനത്തിൻ്റെ ഇരയല്ല ജാനകി. നീ എൻ്റെ ഭാര്യയാണ്. ദേവനാഥൻ്റെ പ്രണയമാണ്. ദേവൻ പതുക്കെ അവളുടെ കാതിൽ മന്ത്രിച്ചു. അന്നു രാത്രി അവർക്കിടയിലെ എല്ലാ അകലങ്ങളും മഞ്ഞുപോലെ അലിഞ്ഞുപോയി. നിർബന്ധിതമായി തുടങ്ങിയ ആ ബന്ധത്തിൽ പ്രണയത്തിൻ്റെ ആദ്യ വസന്തം വിരിഞ്ഞു. പക്ഷേ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാൻ ദേവൻ ഒരുങ്ങുമ്പോൾ വീട്ടിലെ ലാൻഡ് ഫോൺ തുടങ്ങി. ശാരദ ഫോണെടുത്തു. ഫോണിൻ്റെ മറുതലക്കിൽ നിന്നുള്ള സന്ദേശം കേട്ട് ശാരദയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. ദേവ, പ്രിൻസിപ്പൾ വിളിച്ചതാടാ. നിന്നെ കോളേജ് സസ്പെൻഡ് ചെയ്തു. നീ ഒരു വിദ്യാർത്ഥിനെ അപമാനിച്ചെന്ന് കാണിച്ച് കോളേജ് ട്രസ്റ്റിക്ക് പരാതി പോയിട്ടുണ്ട്. ദേവനും ജാനകിയും ഞെട്ടിത്തരിച്ചു പോയി.
മാളവികയും രാഹുലും ചേർന്ന് ദേവനെ തകർക്കാൻ അണിയറയിൽ ഒരുക്കിയ വൻ ചതിയുടെ തുടക്കമായിരുന്നു അത്. സസ്പെൻഷൻ വാർത്ത ആ വീടിനുള്ളിൽ ഒരു കൊടുങ്കാറ്റായി വീഴ്ചയടിച്ചു. വർഷങ്ങളായി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച തൻ്റെ അധ്യാപക വൃത്തിയും അഭിമാനവുമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞത്. ദേവൻ ഒന്നും മിണ്ടാതെ കസേരയിലേക്ക് തളർന്നിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിരാശയും അനാഥത്വവും നിഴലിച്ചു. ഞാൻ പറഞ്ഞതല്ലേടതാവാൻ ഈ പെണ്ണ്. കാലെടുത്ത് വെച്ചത് മുതലാ ഇവിടുത്തെ ഐശ്വര്യം പോയത്. ശാരദ കരഞ്ഞു നിലവിളിച്ചു. എൻ്റെ മോൻ്റെ ജീവിതവും താലിയും തകർക്കാൻ, എൻ്റെ മോൻ്റെ ജീവിതവും ജോലിയും തകർക്കാൻ വന്ന ഒരു കാളക്കൂട വിഷം. പക്ഷേ ഇത്തവണ ജാനകി തളർന്നില്ല. തനിക്ക് വേണ്ടി, തൻ്റെ മാനത്തിന് വേണ്ടി സ്വന്തം കരിയർ പോലും പണയം വെച്ച മനുഷ്യനാണ് ഈ തകർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് തണലാകേണ്ടത് തൻ്റെ കടമയാണെന്ന് അവൾ ഉറപ്പിച്ചു. അവൾ പതുക്കെ ദേവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ തണുത്ത് മരവിച്ച കൈകൾ തൻ്റെ ഇരുകൈകൾക്കുള്ളിലാക്കി അമർത്തിപ്പിടിച്ചു. ദേവൻ, എന്നെ ഒന്ന് നോക്കൂ. ജാനകിയുടെ ശബ്ദത്തിൽ മുൻപൊങ്ങും ഇല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. ദേവൻ പതുക്കെ തലയുയർത്തി അവളെ നോക്കി. ആ കണ്ണുകളിൽ വിങ്ങി നിൽക്കുന്ന സങ്കടം കണ്ടപ്പോൾ ജാനകിയുടെ ഹൃദയം പിടഞ്ഞു. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് എനിക്കറിയാം, ദൈവത്തിനും അറിയാം. ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ചതിക്ക് പിന്നിൽ ആരാണെങ്കിലും അവരുടെ അസത്യം ഞാൻ പൊളിച്ചെടുക്കും. എൻ്റെ ദേവൻ്റെ തല വീണ്ടും അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നതുവരെ ഞാൻ വിശ്രമിക്കില്ല. ജാനകിയിൽ ആ വാക്കുകൾ പ്രണയത്തേക്കാൾ വലിയൊരു ആത്മവിശ്വാസം തുടച്ചിരുന്നു. ദേവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഭയന്ന് വിറച്ചിരുന്ന ആ പാവം പെൺകുട്ടി ഇന്ന് തനിക്ക് കാവലായി മുന്നിൽ നിൽക്കുന്നു. അവൻ പതുക്കെ അവളിലേക്കടുത്ത് ആ കൈകളിൽ മുറുകി പിടിച്ചു. ജാനകി, നീ ഒന്നും പറയണ്ട, നമ്മൾ ഇത് നേരിടും, അവൾ അവൻ്റെ നെറ്റിൽ പതുക്കെ മുട്ടിച്ചു പറഞ്ഞു. അന്ന് ഉച്ചയോടെ ജാനകി കോളേജിലേക്ക് തിരിച്ചു. ദേവൻ തടയാൻ ശ്രമിച്ചെങ്കിലും അവൾ കേട്ടില്ല. കോളേജ് ക്യാമ്പസ് കാലുകുത്തിയപ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പരിഹാസ ചോദ്യങ്ങൾ അവൾക്ക് നേരെ ഉയർന്നു. പക്ഷേ ഇന്ന് അവൾ തല താഴ്ത്തിയില്ല. രാഹുലിനെയും കൂട്ടരെയും വിറപ്പിച്ച് അതേ ദേവൻ്റെ ഭാര്യയായി നെഞ്ചുവിരിച്ച് അവൾ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് നടന്നു. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ മാളവികയും രാഹുലും ഉണ്ടായിരുന്നു. ജാനകിയെ കണ്ടതും മാളവികയുടെ ചുണ്ടിൽ ഒരു വിജയുടെ ഭാവം വിരിഞ്ഞു. ആഹാ, പ്രൊഫസറുടെ ഭാര്യ വന്നല്ലോ. എന്താ ജാനകി, നിന്റെ ഭർത്താവിൻ്റെ ലീലാവിലാസങ്ങൾ അവസാനിച്ചോ? മാളവിക കളിയാക്കി. നിന്റെ നാക്ക് അല്പം അടക്കി വെച്ചു മാളവിക, ജാനകി ശബ്ദമുയർത്തി. പ്രിൻസിപ്പൽ പോലും ഞെട്ടിപ്പോയി. സർ, ജാനകി പ്രിൻസിപ്പലിനെ നേരെ തിരിഞ്ഞു. ദേവൻ സാറിനെതിരെയുള്ള പരാതി വ്യാജമാണ്. രാഹുലും മാളവികയും ചേർന്നുണ്ടാക്കിയ ചതിയാണിത്. അതിനുള്ള തെളിവേത? ജാനകി തൻ്റെ ഫോൺ മേശപ്പുറത്ത് വെച്ചു. അതിൽ ഒരു ഓഡിയോ പ്ലേ ആയി. മാളവികയും രാഹുലും തമ്മിൽ തലേന്ന് നടത്തിയ സംഭാഷണമായിരുന്നു അത്. ദേവനെ സസ്പെൻഡ് ചെയ്യിക്കാനും കോളേജിൽ നിന്ന് പുറത്താക്കാനും അവരുണ്ടാക്കിയ ഗൂഢാലോചന മുഴുവൻ അതിൽ ഉണ്ടായിരുന്നു. മാളവികയുടെ ഡ്രൈവറെ കയ്യിലെടുത്താണ് ജാനകി ആ തെളിവ് സംഘടിപ്പിച്ചത്. ഓഡിയോ കേട്ട് പ്രിൻസിപ്പൽ ദേഷ്യത്തോടെ രാഹുലിനെയും മാളവികയെയും നോക്കി. മാളവികയുടെ മുഖത്തെ ചോരയൊഴിഞ്ഞു പോയി. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ കോളേജിൻ്റെയും മാന്യനായ ഒരു അധ്യാപകൻ്റെയും പേര് നശിപ്പിക്കാൻ നോക്കുകയായിരുന്നല്ലേ? പ്രിൻസിപ്പൽ മേശപ്പുറത്ത് കൈയടിച്ചു. രാഹുൽ, നിന്നെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു. മാളവിക, നിന്റെ വിദേശ പഠനത്തിലുള്ള NOC ഞാൻ റദ്ദാക്കും. നാണം കെട്ടവർക്ക് അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു. കോളേജിലെ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കി ദേവനെ തിരികെ വിളിച്ച് പ്രിൻസിപ്പൽ നേരിട്ട് മാപ്പ് അപേക്ഷിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വൈകുന്നേരം ദേവൻ വീട്ടിൽ അസ്വസ്ഥനായി നടക്കുകയായിരുന്നു. ജാനകിയെ കാണാത്തതിൻ്റെ ഭയമായിരുന്നു അവൻ്റെ മനസ്സിൽ. പെട്ടെന്നാണ് ഒരു കാർ വന്നു നിന്നത്. അതിൽ നിന്ന് പ്രിൻസിപ്പളും കോളേജ് ട്രസ്റ്റികളും ഇറങ്ങി വന്നു. അവൻ ദേവനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും തങ്ങൾക്ക് പറ്റിയ തെറ്റിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിങ്ങളുടെ ഭാര്യയാണ് ദേവൻ. അവൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ കരിയർ അവസാനിച്ചേനെ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ ദേവൻ്റെ കയ്യിൽ ജോയിനിങ് ലെറ്റർ കൊടുത്തു. അവർ പോയതും വരാന്തയുടെ കോണിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ജാനകിയെ ദേവൻ കണ്ടു.
അവൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി. അവൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ പാഞ്ഞെടുത്ത് അവളെ വാരിപ്പുണർന്നു. ശാരദയും നീതവും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ദേവൻ അവളെ ഉയർത്തിയെടുത്ത് കറക്കി. എൻ്റെ ജാനകി, അവൻ സന്തോഷം കൊണ്ട് വിളിച്ചു കൂവി. ജാനകി നാണത്തോടെ അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രി വീടിനോട് നിലാവിൻ്റെ വെളിച്ചം പടർന്നിരുന്നു. ദേവൻ ജാനകിയുടെ കൈപിടിച്ച് മുകളിലെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുളിർക്കാറ്റ് അവരുടെ ശരീരങ്ങളെ തഴുകിപ്പോയി. തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെട്ടിയെടുത്ത് ദേവൻ ജാനകിയുടെ മുന്നിൽ നീട്ടി. അതിൽ മനോഹരമായ ഡയമണ്ട് റിംഗ് ഉണ്ടായിരുന്നു. ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ കിട്ടിയത് ദേഷ്യത്തിലും അപമാനത്തിലുമായിരുന്നു ജാനകി. ദേവൻ അവളുടെ കണ്ണുകളിലേക്ക് ആർദ്രതയോടെ നോക്കി. പക്ഷേ ഈ മോതിരം, ഇത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തരുന്നതാണ്. നിന്നെ എൻ്റെ ജീവനായി സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി. അവൻ പതുക്കെ ആ മോതിരം അവളുടെ വിരൽ അണിയിച്ചു. ജാനകിയുടെ കണ്ണുകൾ ആനന്ദ കണ്ണീരാൽ നിറഞ്ഞു. എനിക്ക് വാക്കുകളില്ല ദേവൻ. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇനി വാക്കുകൾ വേണ്ട ജാനകി. ദേവൻ അവളുടെ താടിൽ പിടിച്ച് മുഖം ഉയർത്തി. നിലാവിൻ്റെ വെളിച്ചത്തിൽ അവളുടെ ചുവന്നു തുടുത്ത അതരങ്ങളിലേക്ക് അവൻ ആർത്തിയോടെ അടുത്തു. ഇരുട്ടിലും അവരുടെ പ്രണയം കനത്തു തുടങ്ങി. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. ആ ആദ്യത്തെ സമ്പൂർണ്ണ പ്രണയ ചുംബനത്തിൽ ലോകം മുഴുവൻ അവർക്ക് മുന്നിൽ നിശ്ചലമായി. അഭിമാനത്തിനു വേണ്ടിയും അപമാനം ഭയന്നു തുടങ്ങിയ ആ ബന്ധം തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് ആഴമുള്ള, ഒരിക്കലും വേർപിരിയാത്ത പ്രണയമായി മാറി. പ്രൊഫസർ ദേവനാഥൻ്റെ ജീവിതത്തിൽ ജാനകി വെറുമൊരു വിദ്യാർത്ഥിനിയല്ലായിരുന്നു, അവൻ്റെ പ്രാണനായിരുന്നു.